ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, വേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ് ഇന്ന് രാത്രി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഈ വേ ഒപ്റ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം വേ ഒപ്റ്റിക്സിനകത്ത് മെയിൻ ആയിട്ട് 4 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ വേവ് ഫ്രണ്ട്, അതേപോലെ രണ്ടാമത്തെ ഹൈഗൻ പ്രിൻസിപ്പിളും അതിന്റെ അത് വെച്ച് പ്രൂവ് ചെയ്യുന്ന ലോ ഓഫ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷനും പിന്നീട് ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും. ഈ 4 ടോപ്പിക്കിൽ ആദ്യത്തെ 2 ടോപ്പിക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അവസാനത്തെ 2 ടോപ്പിക്കായി ഇന്റർഫറൻസിനകത്തും ഡിഫ്രാക്ഷനിൽ നിന്നും നമുക്ക് പ്രോബ്ലം ആയിരിക്കും എക്സാമിന് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ചോദിക്കാനായിട്ട് പോകുന്നത്. അതായിരിക്കും നിങ്ങൾ കുഴപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു സെക്ഷനിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോർ ക്വസ്റ്റ്യൻസ് ഇന്ന് രാത്രി 7 മണിക്കത്തെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും വരും. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ലൈവിന്റെ ലിങ്ക് ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, യങ്സിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമ്മൾ എയറിൽ വെച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.4 mm ആണ്. ഇതേ സെറ്റപ്പിനെ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചു, വാട്ടറിൽ മുക്കി വെച്ചു. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ആണ്. എങ്കിൽ പുതിയ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും? അപ്പൊ ബാൻഡ് വിഡ്ത്ത് ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ എന്താണ്, സ്മോൾ ഡി ആണ്. ഇതാണ് ബാൻഡ് വിഡ്ത്ത് ഇക്വേഷൻ ഡബിൾ സ്ലിറ്റ് ആയതുകൊണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇത് എയറിലെ കേസാണ്. അപ്പോൾ വേവ് ലെങ്ത് എയറിലെ വേവ് ലെങ്ത് ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ വേവ് ലെങ്തിന് വരുന്ന മാറ്റം എന്താണ് നമുക്കറിയാം. ഒരു മീഡിയത്തിലെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ എയർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, n ആയിരിക്കും. അപ്പോൾ മീഡിയത്തിലെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ലാംഡ മീഡിയം ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. ഇതൊന്നും മാറത്തില്ല, വേവ് ലെങ്ത് മാത്രമേ മാറത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ലാംഡ എ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ഡിവൈഡ് ബൈ n എന്ന് പറയാൻ പറ്റും. ലാംഡ എമ്മിന് പകരം ഇത് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മീഡിയത്തിലെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇക്വേഷൻ വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തോ, എയറിലെ ബാൻഡ് വിഡ്ത്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എയറിലെ ബാൻഡ് വിഡ്ത്ത് 0.44 ആണ്, ഡിവൈഡഡ് ബൈ 3/4/3 ആണ്. അപ്പോൾ 4 ഇവിടെ വരും, 3 ചാടി മുകളിൽ കയറും. അപ്പോൾ നമുക്ക് വെട്ടിക്കളയാം. 0.11. അപ്പോൾ ആൻസർ 0.33 mm എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. യെസ്, ഓപ്ഷൻ ഇട്ടു. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമ്മളൊരു മീഡിയത്തിൽ വെച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, 4/3 ആണ്. വിച്ച് മാക്സിമ ഇൻ ദിസ് കേസ് വിൽ കോയിൻസൈഡ് വിത്ത് 6 മാക്സിമ ഒബ്റ്റൈൻഡ് ഇഫ് ദ മീഡിയം ഈസ് റീപ്ലേസ്ഡ് ബൈ എയർ. അതായത് എയറിൽ വെച്ച് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ 6ാമത്തെ മാക്സിമ, 6th മാക്സിമ ഈ മീഡിയത്തിൽ വെച്ച് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതോ ഒരു മാക്സിമയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ എയറിൽ വെച്ചാണ് നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. എയറിലെ 6th മാക്സിമ, നമുക്ക് അതിനെ x6 എന്ന് വിളിക്കാം. എയറിലെ 6th മാക്സിമേനെ x6 എന്ന് വിളിക്കാം. ഇത് എയറിന്റെ കേസാണ്. ഇത് മീഡിയത്തിലെ ഏതോ ഒരു മാക്സിമയായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു. അപ്പൊ മീഡിയത്തിലെ മാക്സിമം നമുക്ക് അറിയത്തില്ല, അതിന് നമുക്ക് xn എന്ന് വിളിക്കാം. ഏത് മാക്സിമം എന്ന് അറിയത്തില്ല. അപ്പം എന്താണ്, എയറിലെ 6ാമത്തെ മാക്സിമയും ആ മീഡിയത്തിലെ ഏതോ ഒരു മാക്സിമയും തമ്മിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഏതോ രണ്ടും ഒരേ പൊസിഷനിൽ വരുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അറിയത്തില്ല, നമുക്ക് xn എന്ന് വിളിക്കാം. ഇത് മീഡിയത്തിന്റെ കേസാണ്. ഇനി മാക്സിമം ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, n ലാംഡ ഡിവൈഡ് ആണ്. n ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ആണ്. ഇവിടെ എന്നിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിന്റെ വാല്യൂ 6 ആണ്. യെസ്, 6 ആണ്. ദെൻ നമുക്ക് മീഡിയത്തിലെ ഇക്വേഷൻ എഴുതാം. മീഡിയത്തിലെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീഡിയത്തിലെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് തൊട്ടു നമ്മൾ പറഞ്ഞാണ് എയറിലെ വേവ് ലെങ്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ആയതുകൊണ്ട് ആ 3 ചാടി മുകളിൽ കയറും. അപ്പോൾ മീഡിയത്തിലെ വേവ് ലെങ്ത് 3 ലാംഡ ബൈ 4 ആണ്. റെഡി അല്ലേടാ? അപ്പോൾ ഇവിടെ നമുക്ക് എന്നിന്റെ വാല്യൂ അറിയത്തില്ല. n ലാംഡയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 3 ലാംഡ ബൈ 4, 3 ലാംഡ ബൈ 4. പിന്നെ എന്താ ഉള്ളത്, ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. യെസ്, വെട്ടിക്കളയാ. ക്യാപിറ്റൽ ഡി പോയി, സ്മോൾ ഡി പോയി, ലാംഡ പോയി, 3ഉം 6ഉം പോയി, 2 എന്ന് കിട്ടി, 4ന് 2, 8 എന്ന് കിട്ടി. ദെൻ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്ത് കിട്ടുമോ മക്കളെ, n ഈസ് ഈക്വൽ ടു നമുക്ക് 8 എന്ന് ആൻസർ കിട്ടും. അപ്പം 8 ബാൻഡാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കടാ. നാരോ സ്ലിറ്റ് ആണ്. നാരോ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും, അത് ഡിഫ്രാക്ഷൻ ആണ്. നാരോ സ്ലിറ്റ് ഈസ് ഇലിമിനേറ്റഡ് ബൈ പാരലൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 6000 ആംസ്ട്രോം ആണ്. ആൻഡ് ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ ഓഫ് റിസൾട്ട് ഇൻ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് മെഷേർഡ്. അതായത് അപ്പോൾ അവിടെ ഒരു എന്തുണ്ടായി, മാക്സിമ ഉണ്ടായി, നമുക്കറിയാം സെൻട്രൽ മാക്സിമ ഉണ്ടായി.
ആ സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വെൻ ദ സ്ലിറ്റ് ഈസ് നെക്സ്റ്റ് ഇല്യൂമിനേറ്റഡ് ബൈ എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഡാഷ്. ലാംഡ ഡാഷ് എന്ന് പറയുന്ന ലൈറ്റ് നമ്മൾ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 30% ഡിക്രീസ് ചെയ്തു. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ലാംഡ ഡാഷ്. അപ്പോൾ ആദ്യം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ബാൻഡ് വിഡ്ത്ത് കിട്ടി. രണ്ടാമത് ഒരു വേവ് ലെങ്ത് മാറ്റി. എന്നിട്ട് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ അവിടെ കിട്ടിയ ആ സെൻട്രൽ മാക്സിമയുടെ ബാൻഡ് വിഡ്ത്ത് 30% ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ അതിനകത്തുള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70% ആയിരിക്കും ഇപ്പോഴുള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ അറിയണം അല്ലേ? ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു 2 ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ എന്താണ്? സ്മോൾ ഡി ആണ്. ഇതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ആംഗുലർ വിഡ്ത്ത് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് 2 ലാംഡ ബൈ ഡി എന്ന് പറയേണ്ടി വരും. ഓക്കെ, ആംഗുലർ വിഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട? ക്യാപിറ്റൽ ഡിയുടെ ആവശ്യമില്ല. യെസ്, ഇതാണ് ഇക്വേഷൻ. നമുക്കറിയാം ക്യാപിറ്റൽ ഡിയുടെ ആവശ്യം വരത്തില്ല. ആംഗുലർ വിഡ്ത്ത് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. യെസ്, ദിസ് നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ആദ്യത്തെ വേവ് ലെങ്ത് ഉപയോഗിച്ചപ്പോൾ. ഇനി രണ്ടാമത്തെ വേവ് ലെങ്ത് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തെ വേവ് ലെങ്ത് നമുക്ക് തീറ്റ ഡാഷ് എന്ന് വിളിക്കാം. എന്താണ് വേവ് ലെങ്ത് ഉപയോഗിച്ചപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പറഞ്ഞ് 30% ഡിക്രീസ് ചെയ്തു. 30% ഡിക്രീസ് എന്ന് വെച്ചാൽ ബാക്കി എത്ര ഉണ്ട്? 70% ഉണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ 0.7 ഇൻറ്റു എന്തായിരിക്കും മക്കളെ? തീറ്റ ആയിരിക്കും. ഇതാണ് സംഗതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തീറ്റ ഡാഷിൻ്റെ വാല്യൂ നോക്കാം. തീറ്റ ഡാഷ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതേപോലെ തന്നെ 2 ലാംഡ ഡാഷ് ഡിവൈഡ് ബൈ എന്താണ്? ഡി ഇസ് ഈക്വൽ ടു 0.7 ഇൻറ്റു 2 ലാംഡ ബൈ എന്താണ്? ഡി. എല്ലാം വെട്ടിക്കളയാൻ ആൻസറായി. ലാംഡ വെട്ടിക്കളയാൻ പറ്റത്തില്ല. 2ഉം വെട്ടി, ഡിയും വെട്ടി, ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ആൻസർ കിട്ടി മക്കളെ. ലാംഡ ഡാഷ് എന്ന് പറയുന്നത് 0.7 ഇൻറ്റു ലാംഡയാണ്. ദാറ്റ് ഈസ് 0.7 ഇൻറ്റു 6000 എന്ന് കിട്ടും. അതായത് 42 എത്ര സീറോ ഇട്ട് കൊടുക്കുക? 4200 എന്ന് കിട്ടും. 4200 ആംസ്ട്രോം എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 4200 ആംസ്ട്രോം ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In next double slit experiment, the path difference between two interferencing wave at a point on screen is 5 lambda by 2 lambda. Okay, എങ്കിൽ the wavelength of light is used. Simple ആണ്. ലാംഡ ആണ്. സോറി ചെറിയ മാറ്റമുണ്ട്. ഈ നെക്സ്റ്റ് ഡബിൾ സ്ലിറ്റ് the path difference between the two interfering path. പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്. പാത്ത് ഡിഫറൻസ് 5 ലാംഡ ബൈ 2 ആണ്. 5 ലാംഡ ബൈ 2 ആണ്. ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ഏത് ഡാർക്ക് ബാൻഡ് ഉണ്ടാകുന്നു നമുക്കറിയാവുന്നതാണ്. ലാംഡ ബൈ 2 ആണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ ഫസ്റ്റ് ഡാർക്ക് ബാൻഡ്. യെസ്, ലാംഡ ബൈ 2 കഴിഞ്ഞാൽ 3 ലാംഡ ബൈ 2. സെക്കൻഡ് വരും. പിന്നെ എന്താ വരുന്നത്? 5 ലാംഡ ബൈ 2. 5 ലാംഡ ബൈ 2 ആണെങ്കിൽ തേർഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ തേർഡ് ഡാർക്ക് ബാൻഡ് ആയിരിക്കും അവിടെ എന്ത് ചെയ്ത് ഉണ്ടാകുന്നത്? N = 3 ആയിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2 കൊഹ്യൂറന്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഇന്റൻസിറ്റി ഐയും 4ഐയും ആണ്. അത് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. വാട്ട് വിൽ ബി ദ മാക്സിമം ആൻഡ് മിനിമം ഇന്റൻസിറ്റി? മാക്സിമം ഇന്റൻസിറ്റി മിനിമം ഇന്റൻസിറ്റി നമുക്ക് അറിയാവുന്നതാണ്. മാക്സിമം ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം I1 + I2 the whole square. ഓക്കെ അല്ലേ? മിനിമം ആണെങ്കിൽ I1 - I2 the whole square ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? I1 + I2 the whole square ആണ് വരുന്നത്. അപ്പോൾ I1 + I2 എന്ന് പറയുമ്പോഴത്തേക്കും I + 4I എന്ന് വരും അല്ലേ? I + 4, സോറി, I1 + I2 അല്ല, സോറി, റൂട്ട് ഓഫ് I1 + റൂട്ട് ഓഫ് I2 the whole square. റൂട്ട് ഓഫ് I1 + റൂട്ട് ഓഫ് I2 the whole square ആണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് I + റൂട്ട് ഓഫ് എന്താണ്? 4I. റൂട്ട് ഓഫ് 4I the whole square. ഓക്കെ, റൂട്ട് 4 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. റൂട്ട് I + 2 റൂട്ട് I. 2 1 3 വരും. അപ്പോൾ 3 റൂട്ട് I the whole square which is equal to 9I എന്ന് കിട്ടി. സിമ്പിൾ. ഇത് മാക്സിമം ആണ്. ഇനി മിനിമം ഇൻറ്റൻസിറ്റി ഇക്വേഷൻ ചെറിയ മാറ്റം ഉണ്ടാവും. റൂട്ട് I1 - റൂട്ട് I2 ഇതാണ് ഇക്വേഷൻ. the whole square.
സിമിലർ വേ നമ്മൾ ഇട്ട് കൊടുക്കുന്നു റൂട്ട് ഐ മൈനസ് 4 റൂട്ട് 4i ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും മൈനസ് 3 റൂട്ട് ഐ. മുമ്പത്തെ പോലെ തന്നെ മൈനസ് 3 റൂട്ട് ഐ. ഇവിടെ നമുക്ക് 1+2 ഇവിടെ 2+, ഓക്കെ തിരിയും. ഇവിടെ നമുക്ക് റൂട്ട് ഐ മൈനസ് 2 റൂട്ട് ഐ ആണേ. അപ്പോൾ മൈനസ് റൂട്ട് ഐ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും മൈനസ് പോയി ഐ എന്ന ആൻസർ കിട്ടിയ. ഓക്കെ, ഐ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 9i ഐയും ആണ്. സിമ്പിളി ഐക്വേഷൻ മാത്രം പഠിച്ചു നോക്കുക. റൂട്ട് i1 + i2 ഹോൾ സ്ക്വയർ ആണ് മാക്സിമം ഇൻറ്റൻസിറ്റി. റൂട്ട് i1 മൈനസ് റൂട്ട് i2 ഹോൾ സ്ക്വയർ ആണ് മിനിമം ഇൻറ്റൻസിറ്റിയുടെ കണ്ടീഷൻ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഈ ഒരു പ്രോബ്ലം വളരെ എളുപ്പം ചെയ്യും. നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി കുറേ ക്വസ്റ്റ്യൻസോടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് രാത്രി വരാം. എല്ലാവരും ഉണ്ടായിരിക്കും. നമുക്ക് തകർത്ത് ഈ ചാപ്റ്റർ ഞാൻ പഠിക്കാം. അപ്പോൾ ഇന്ന് രാത്രി 7 മണിക്ക് മറക്കണ്ട മക്കളെ.